Good afternoon. Good afternoon, ma'am. Good afternoon. എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ? ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു മാം. നന്നായിരുന്നു. കേക്ക് കട്ട് ചെയ്തോ? ട്രിപ്പ് പോയായിരിക്കില്ലേ? എവിടെയെങ്കിലൊക്കെ പോയോ? പോയില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? പ്രെയർ ചെയ്തോളൂ കേട്ടോ. മാം, ഞാനുണ്ട് പ്രെയർ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയേണമേ, എന്റെ വിടാരാതിരിക്കുവാൻ എങ്ങുമെന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. ഓക്കെ, സൈൻ ഇൻ ചെയ്തോളൂ കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ മിസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളോട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട ഒരു സ്വഭാവത്തെ പറ്റി പറയാം. പേഷ്യൻസ്, അതായത് ക്ഷമ. ക്ഷമ മനുഷ്യനെ മഹാനാക്കുന്ന ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ്. തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യ സ്വഭാവമാണ്. എന്നാൽ ആ തെറ്റുകൾ മനസ്സിലാക്കി മറുവശത്തെ ക്ഷമിക്കുന്നതാണ് യഥാർത്ഥ ശക്തി. ക്ഷമ ഉള്ളവർക്ക് മനസ്സിലെ വൈരാഗ്യവും വിദ്വേഷവും ഒഴിവാക്കി സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും. ബന്ധങ്ങളുടെ നിലനിൽപ്പിൽ ക്ഷമയ്ക്ക് വലിയ പങ്കുണ്ട്. കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും സമൂഹ ജീവിതത്തിലുമുള്ള പല തെറ്റിദ്ധാരണകളും ചെറിയ പിഴവുകളും ക്ഷമയിലൂടെ നമുക്ക് പരിഹരിക്കാം. സമൂഹത്തിന്റെ പുരോഗതിക്കും ക്ഷമ അനിവാര്യമാണ്. ക്ഷമയില്ലാത്തടത്ത് കലഹവും അക്രമവും വർദ്ധിക്കും. എന്നാൽ ക്ഷമയെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ സമാധാനപരമായ സഹവാസം സാധ്യമാകും. അതിനാൽ ക്ഷമ ദുർബലതയല്ല, മറിച്ച് ആത്മനിയന്ത്രണവും മാനസിക പക്വതയുമുള്ളവരുടെ ശക്തമായ സ്വഭാവമാണ്. കൂട്ടുകാരെ, നമുക്കും ക്ഷമയെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാം. സൈൻ ഇൻ ബൈ അൻസി. Okay, very good. Then thought of the day. Ma'am, Nyanan thought of the day. Good afternoon. Today's thought: you cannot change your future. You can change your habits, and surely your habits will change your future. Dr. APJ Abdul Kalam. നമുക്ക് നമ്മളെ ഫ്യൂച്ചർ മാറ്റാൻ പറ്റില്ല, നമുക്ക് നമ്മളെ ഹാബിറ്റ്സ് മാറ്റാനേ പറ്റുള്ളൂ. നമ്മളെ ഹാബിറ്റ്സ് നമ്മളെ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യും. ഐ റിപ്പീറ്റ്, യു കനോട്ട് ചേഞ്ച് യുവർ ഫ്യൂച്ചർ, യു ക്യാൻ ചേഞ്ച് യുവർ ഹാബിറ്റ്സ്, ആൻഡ് ഹാബിറ്റ്സ് വിൽ ചേഞ്ച് യുവർ ഫ്യൂച്ചർ. ഡോക്ടർ APJ അബ്ദുൽ കലാം. താങ്ക് യു മാം. ഓക്കെ, കുറച്ചു പേരുള്ളൂ ഒന്ന് അല്ലല്ലേ? കേറുന്നതേ ഉള്ളൂ അല്ലേ എല്ലാവരും? എങ്ങനെയുണ്ടായിരുന്നു ജയശ്രീ ക്രിസ്മസ് ഒക്കെ? ക്രിസ്മസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു നിങ്ങളുടെ ക്രിസ്മസിന്റെ. താങ്ക് യു മിസ്. വീഡിയോ ഒക്കെ പോയി മിസ്, അതായത് എല്ലാവരുടെയും കാണുന്നുണ്ടായിരുന്നില്ല. വീഡിയോ മറ്റേ ഇതിലേ മറ്റേ വീഡിയോയില് വരുന്നുണ്ടായിരുന്നില്ല. അത് റെക്കോർഡിങ് പോയി. കാരണം മറ്റേത് റോഫിനെ ആയിരുന്നു എല്ലാവരും റെക്കോർഡ് ചെയ്ത് വെക്കാറ്. ഇത് സ്റ്റാൻഡിന് ഒരു പ്രശ്നമുണ്ട് മിസ്, അതാണ് ഞാനത് ശരിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഓക്കെ, ഇപ്പൊ നാളെ ന്യൂ ഇയർ അല്ലേ? എന്തൊക്കെയാ പരിപാടി? ന്യൂ ഇയർ പനി നോക്കി മിസ്സേ. എന്താണ് മോളെ? ന്യൂ ഇയർ പനി നോക്കിയെന്ന്. സൗണ്ട് ഇല്ല, പനിയില്ല, എനിക്കും മക്കൾക്കും എല്ലാവർക്കും പനിയാ. അയ്യോ,
ചേച്ചി അല്ല തിരുവാതിര സംഭവം മറ്റന്നാൾ എന്തല്ലേ? തിരുവാതിരയുടെ ആണോ? 3-ാം തീയതിയാ മിസ്സേ. 3-ാം തീയതിയാണ് അല്ലേ? മിസ് എല്ലാവർക്കും പനി ജലദോഷമാണ്. ഇപ്പഴേ ഓക്കെ ഉള്ളൂ. ക്ലൈമറ്റിന്റെ ആണ് ഇപ്പൊ കൂടുതലും. ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ എന്താ പറയാ പ്ലാൻസ് എന്തൊക്കെയാ? എല്ലാ വർഷവും ഉണ്ടാവില്ലേ പ്ലാനുകൾ ഉണ്ടാവില്ലേ? ഈ വർഷമെങ്കിലും നല്ലൊരു ജോലി മേടിക്കണം എന്നുണ്ട് മിസ്സേ. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഏറ്റവും വലിയ എനിക്ക് തോന്നുന്ന മിസ്സേ നമ്മുടെ കോഴ്സത്തിൽ എല്ലാവരുടെയും ആഗ്രഹം അതായിരിക്കും. നന്നായിട്ട് പഠിച്ച് സ്കോർ ചെയ്യണം, മാർക്ക് വാങ്ങണം, എല്ലാവർക്കും ഒരു ടീച്ചർ ആവണം. പിന്നെ മിസ്സുമാരെയൊക്കെ കാണണം. ഇത്തവണ എല്ലാവർക്കും ആ ഒരു എക്സൈറ്റ്മെന്റിലാണ്. അതേപോലെ ഐശ്വര്യ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ നിങ്ങളെയൊക്കെ കാണാൻ കൊതിയാവണു. UAE-ലാണ്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഇവിടെ കുറച്ചുപേര് അടുത്തുണ്ട്. കൊട്ടാരക്കരയിലുള്ള ബിൻസിയൊക്കെയാണ് ഇത്തിരി ദൂരം ഉള്ളത് മിസ്. അവരൊക്കെ വരില്ലേ? ഐശ്വര്യ എത്തുന്നു അല്ല ആ സമയത്ത്? ഐശ്വര്യ ഉണ്ടാവില്ലേ? ഐശ്വര്യ പ്രാക്ടിക്കലിന് എത്താന്ന് പറഞ്ഞു മിസ്. അതായത് ഐശ്വര്യക്ക് ഇപ്പൊ ഫെബ്രുവരിയിൽ ലീവ് ഉണ്ട്. അപ്പൊ ഒരു മാസത്തേക്ക് ഇവിടെ ഉണ്ടാവും. അപ്പൊ ആ ടൈമില് പ്രാക്ടിക്കലിന് വരുമ്പോ എന്തെങ്കിലും മറ്റേ ഇതൊക്കെ കൊണ്ടുവരാന്നാ പറഞ്ഞത്. അതെ അല്ലേ? പിന്നെ മിസ് എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? ക്രിസ്മസ് നല്ലായിരുന്നു. ഇവിടുത്തെ സെലിബ്രേഷൻ അടിച്ചു പൊളിച്ചോ? അത് വീഡിയോ കാണാനുണ്ട്. ഇൻസ്റ്റയിൽ എന്തായാലും വരും. എനിക്ക് ഫ്രണ്ട് ആയിട്ട് കിട്ടിയത് നമ്മുടെ അപർണ മിസ്സിനെയാ. ആണോ? ഓക്കെ. കിട്ടിയത് നമ്മുടെ സ്മാർട്ട് ശ്രീയിലെ ഒരു സ്റ്റാഫാണ്. പേരറിയില്ല. ആ ഒരു കുട്ടിക്കാണ് എന്നെ കിട്ടിയത്. പിന്നെ ഗിഫ്റ്റ് കിട്ടിയോ മിസ്? ഗിഫ്റ്റ് കിട്ടിയോ? കിട്ടി. അങ്ങോട്ടും കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കിട്ടിയത് അപർണ. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഫോട്ടോസ് ഒക്കെ കണ്ടായിരുന്നു അല്ലേ? എനിക്ക് കാണണം മിസ്, കാണണം. ബാക്കിയൊക്കെ കണ്ടു, സൂപ്പറാണ്. മിസ്സിനെ മാത്രമേ മിസ് ചെയ്യുന്നുള്ളൂ ഫോട്ടോസില്. ബാക്കി എല്ലാരും ഫോട്ടോ കാണുന്നേ? ഫോട്ടോ കാണുന്നത് എന്തിലാ? അതെ, ജിഷ മിസ്സിന്റെ സ്റ്റാറ്റസിൽ കാണാറുണ്ട്. പിന്നെ ഇൻസ്റ്റയില് ആതിര മിസ്സിന്റെയും പിന്നെ മറ്റേ മിസ്സില്ലേ ഇംഗ്ലീഷിന്റെ മിസ്സിന്റെ പേരെന്തായിരുന്നു? അശ്വതി മിസ്സിന്റെ ഇൻസ്റ്റാഗ്രാമിലാണ് മിസ് കാണുന്നത്. അവരുടെ കാണാറുണ്ട്. ജിഷ മിസ്സിന്റെ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ നിൽക്കുന്ന ഫോട്ടോ കണ്ടായിരുന്നു. നന്നായിരുന്നു. ഞാൻ മിക്കവാറും ജിഷ മിസ്സിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. അല്ലാതെ ഫോട്ടോ എടുക്കാറില്ല. അതുകൊണ്ടാ കാണാത്തെ. നിങ്ങൾ രണ്ടാളും നിൽക്കുന്ന ഒരു ഫോട്ടോ ജിഷ മിസ് ഇട്ടുണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ കണ്ടത്. അങ്ങനെ കണ്ടതല്ലേ? ഫോട്ടോ വിരോധിയാണ്. എന്താണ് അർച്ചന? മിസ് ഫോട്ടോ വിരോധിയാണോ? ഫോട്ടോ വിരോധിയാണ്. ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല. ചെറുപ്പത്തിലേ തുടങ്ങി അധികം ഇഷ്ടമല്ല ഫോട്ടോ എടുക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഹസ്ബൻഡിന് ഇഷ്ടമല്ല മിസ്. അങ്ങനെയുണ്ട്. ഹസ്ബൻഡിന് ഫോട്ടോ എടുക്കുന്നതില് കുറച്ച് എന്നാലും എടുക്കും. അത് ചിരിക്കാൻ പറയല്ലോ. അപ്പൊ ചിരിക്കുമ്പോ വേറെ എന്താ പോലെ ആവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയാണ്ട് ചിരിക്കുമ്പോഴേ എനിക്ക് ഫോട്ടോയിൽ ചിരി വരുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോന്ന് പറഞ്ഞിട്ടും ഹസ്ബൻഡ് പറയും. അപ്പൊ ഞാൻ പറയും ഞങ്ങൾക്കൊരു ഓർമ്മയാണ്. അതാണ് മിസ് മെയിനായിട്ട്. പഴയ ഫോട്ടോസ് നമുക്ക് കുട്ടികളുടെ ആയാലും ഇപ്പൊ പഴയതൊക്കെ കാണുമ്പോ ഇപ്പൊ അവരിങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ളൊരു ഓർമ്മ. ഇപ്പൊ കുട്ടികൾ വലുതായി. ഇപ്പൊ മൂത്താൾ ഇനിയിപ്പോ 10th ആണ്. അപ്പൊ നമുക്ക് പഴയത് കാണുമ്പോ ഒരു ഓർമ്മ. അങ്ങനെ അതെ. പിന്നെ നമ്മളെ 2002-ലെ ഫോട്ടോസ്, 3-ലെ ഇങ്ങനെ ഓരോന്നും വരുമല്ലോ. ഇപ്പൊ നമ്മള് പണ്ടത്തെ കാണുമ്പോ നമുക്കൊരു ഇപ്പൊ അന്ന് നല്ല വണ്ണം ഉണ്ടായിരുന്നു, ഇപ്പൊ വണ്ണം ഇല്ല. ചിലപ്പം വണ്ണം ഉണ്ടാവും, അന്ന് വണ്ണം ഇല്ല. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരുമല്ലോ മിസ്. അങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോ ഈ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവുമ്പോൾ ജിഷ മിസ് ചോദിക്കും, അശ്വതി ഒരു ഫോട്ടോ എടുക്കാം നമുക്ക്. അപ്പോഴാ പോയി ഫോട്ടോ എടുക്കുന്നത്. അല്ലാണ്ട് ഫോട്ടോ എടുക്കണം എന്ന് തോന്നലേ ഇല്ല. പിന്നെ കുട്ടികൾ ഇങ്ങനെ ചോദിക്കും കോൺവെക്കേഷൻ സമയത്തൊക്കെ ഫോട്ടോ അയച്ചു തരാനായിട്ട് പറയും. അപ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. കാരണം ഫോട്ടോ ഒറ്റെണ്ണം ഉണ്ടാവില്ല കൊടുക്കാനായിട്ട്. ഞങ്ങക്ക് നേരത്തെ ഒരെണ്ണം കരുതി വെച്ചോളൂ. അതാണ് പ്രശ്നം. ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ ഉണ്ടാവും, എന്റെ മാത്രം ഉണ്ടാവില്ല. ബാക്കി ടീച്ചേഴ്സിന്റെ ഉണ്ട്. അശ്വതി മിസ്സിന്റെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പല വെറൈറ്റീസ് നമ്മൾ ഇതിൽ കാണുന്ന പോലെ അല്ല. അതില് കാണുമ്പോ ഭയങ്കര ട്രെൻഡിങ് നല്ല പിക്സ് ആണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു മിസ്സിനോട് തന്നെ. അതെല്ലേ?
അപ്പൊ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, എനിക്ക് ഫോട്ടോ എടുക്കുന്ന കാര്യമില്ല മിസ്, ഞങ്ങള് വരുമ്പോ എടുത്തോളാം. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. പിന്നെ നമുക്ക് സെലിബ്രേഷന്റെ കാര്യമാണ് പറഞ്ഞോണ്ടിരുന്നത്. ഗിഫ്റ്റ് താങ്ക് യു മിസ്. മിസ് പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു. ആ സൗണ്ട് ഞങ്ങൾക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ആ മഞ്ഞിന്റെ ഇപ്പോഴും മാറിയിട്ടില്ല മിസ്, ഹെൽത്ത് ഇഷ്യൂസ് മാറിയിട്ടില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. ആ മഞ്ഞിന്റെയും എല്ലാം കൂടി തൊണ്ടയ്ക്കും ഒക്കെ പ്രശ്നമായിരുന്നു. എന്നാലും നന്നായിരുന്നു മിസ്, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ക്രിസ്മസിന്റെ എല്ലാരും വന്നു ആക്റ്റീവായിട്ട് പാടാനും. ഡാൻസ് അനിമോളൊക്കെ തകർത്തു. അനിമോളും പിന്നെ ബിന്ദുജ, അർച്ചന ആദ്യമായിട്ടാണ് ഡാൻസ് ചെയ്തത്. സൂപ്പർ ആയിരുന്നു. ലുതിയൊക്കെ മറ്റേ സ്കിറ്റിനുണ്ടായിരുന്നു. മറിയായിരുന്നു, മറിയം. എല്ലാരും നന്നായിട്ട് ചെയ്തു മിസ്. അതെ അല്ലേ. ഇനി നാളെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ ന്യൂ ഇയറിന്റെ? അതിങ്ങനെ ചോദിച്ചു, മോനും ചോദിച്ചു എന്റെ അമ്മ നാളെ എന്തെങ്കിലും ഉണ്ടോന്ന്. അങ്ങനെ സമയത്ത് അവർക്കും ബ്രേക്ക് കിട്ടുവാണ്. ആണോ? ഇല്ല മിസ്, ഇവിടെ നമ്മുടെ ഈ സ്കൂളിലെ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു. മോണ്ടിസോറിയുടെ അത് ചോദിച്ചായിരുന്നു. അല്ല മിസ്, ന്യൂ ഇയറിന്റെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ സാധാരണ പ്രോഗ്രാംസ്? ഞങ്ങള് പ്രിപ്പയർ ചെയ്തിട്ടില്ല. നിങ്ങള് സ്പെഷ്യൽ ടീമാണല്ലോ, അതുകൊണ്ടാണോ? ഞങ്ങള് പ്രിപ്പയർ ചെയ്തില്ല. എല്ലാരും ഓരോ ഹെൽത്ത് ഇഷ്യൂസിലായിരുന്നേ. അനുമോൾക്കും പാടില്ല, പിന്നെ ലുതിയക്കും പാടില്ലായിരുന്നു. എനിക്കും തൊണ്ടത് ഇപ്പൊ ശരിയായിട്ടേ ഉള്ളൂ മിസ്. ഭയങ്കര പ്രശ്നം, ചുമ, കുത്തിച്ചുമ ഭയങ്കരമായിരുന്നു. മിസ് ഹെൽത്ത് ഓക്കെ ആയില്ലേ മിസ്സിന്റെ? കുഴപ്പമില്ല. ഇടയ്ക്കൊരു ശ്വാസം മുട്ട് പോലെ വരും. മഞ്ഞിന്റെയും ആയിരിക്കുമല്ലേ മിസ്, മഞ്ഞും പൊടി. മിസ്സേ പാട്ട് പാടണമെന്ന് പറ മിസ്സേ. എന്താ? മെബിയ പാട്ട് പാടണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്സിന്റെ അടുത്ത്. മിസ് മേബിയനെ ഞങ്ങള് വലിച്ചു കയറ്റിയായിരുന്നു പ്രോഗ്രാമിന്. ലുതിയനെ അങ്ങനെ തന്നെ, പക്ഷെ ഡാൻസ് ചെയ്ത് പയ്യെ മുങ്ങിയാണ്. പിന്നെ കൊച്ചിന്റെ കാരണം പറയുമ്പോ നമുക്ക് ഒന്നും പറയാനില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഭയങ്കര കുറ്റബോധമായിരുന്നു. മിസ്സിന്റെ ക്ലാസ്സില് പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് പാടിയില്ല എന്നും പറഞ്ഞിട്ട്. മിസ് നന്നായിട്ട് പാടുന്നുണ്ട് ആള്, പക്ഷെ പേടിയായിരുന്നു. നന്നായിട്ട് പാടുന്നുണ്ട്. എവിടെ മെബിയ എവിടെ? നല്ല രസമാണ് മിസ്സേ, നല്ല സൗണ്ടാണ്. എന്ത് രസമാണ്. ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങള് തകർത്തേനെ. പാടിപ്പിക്കാം, കോൺവൊക്കേഷന് പാടിപ്പിക്കാം. ഓക്കെ മിസ്. മേബി വന്നു. പാട്ടുകാരി ഒന്ന് പാടാമോ? ഇവിടെ ഇച്ചിരി റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. അത് കുഴപ്പമില്ല. ഒരു സെക്കൻഡ്. കോപമിരച്ച് വന്നിടുകിൽ ആരുടെ നേരെയായാലും ക്രൂരത കാട്ടുവാനീ ദാസിയൊട്ടും പിന്നിലല്ലോ. കപടതയാണിതൻ വിനയം, ക്ഷമയൊരു തെല്ലുമില്ലെന്നിൽ. അഭിനയമേറെയുണ്ടേ മാന്യയാകാൻ മാനവ മുമ്പിൽ. എന്നാണിനി ഞാൻ നന്നായിടുക, നിന്നോമനയായി മുന്നേറിടുവാൻ. കരുണതൻ തിരുവരം അടിയനരുളണമേ ഈശോനാഥ എൻ രാജാവായ ആത്മാവിൽ വാ. ആന്തരികാനന്ദം വേഗം. ചിന്തകളും ചെയ്തികളും നിർമ്മലമാ. ദൈവഭയം എൻ മനസ്സിൽ നിത്യവുമേകാൻ വാ. മറ്റെവിടെ ഇന്നിനി ഞാൻ ആശ്രയം തേടിയിടും. താങ്ക് യു മാം. വെരി ഗുഡ്, അടിപൊളി. അടുത്ത ക്ലാസ്സിലും പാടിത്തന്നെ കേട്ടോ. പാടിത്തരാം. അപ്പൊ എന്തിനായി പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? പേടി മാറാൻ. പേടി മാറാനാ.
കോൺവെക്കേഷൻ വരുമ്പോ പേടിയില്ലാതെ പാടണം കേട്ടോ. പാടാൻ പറ്റുമോന്ന് അറിയില്ല, പേടിയുണ്ട്. പാടാൻ പറ്റും, പേടി മാറിക്കോളൂ കേട്ടോ. ആ ഇപ്പൊ ഒത്തിരി വ്യത്യാസം വന്നു മിസ്സേ. ആദ്യമേ പാട്ട് പാടാൻ പറ്റുന്നില്ലായിരുന്നു, പാട്ട് പാടുമ്പോ നിന്ന് പോവായിരുന്നു. ഇപ്പൊ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലേ? ചിലർക്ക് മൈക്ക് പിടിപ്പിക്കുമ്പോഴൊക്കെ ഭയങ്കര വിറവലുണ്ടാവും. ഞാൻ അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ്. മൈക്ക് പിടിക്കുമ്പോ വിറച്ച് അതായത് നമ്മുടെ MT ഇതിന്റെ ഒരു കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു. കോൺവെക്കേഷന് അവരൊരു സ്കിറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചറുടെ ക്ലാസ് ആയിരുന്നു അവരുടെ സ്കിറ്റിന്റെ തീം എന്ന് പറയുന്നത്. അപ്പോ ആ സ്കിറ്റില് പ്രെയർ ചെയ്യുന്നുണ്ട്. അതായത് ക്ലാസ് റൂം ആണല്ലോ, നമ്മൾ എങ്ങനെയാണല്ലോ ക്ലാസ് റൂം ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് അത് സ്കിറ്റ് മുമ്പോട്ട് കൊണ്ടുപോയത്. അപ്പൊ പ്രെയർ ചെയ്യാനായിട്ട് പാടാൻ റെഡി ആയിട്ടുള്ള കുട്ടി പെട്ടെന്ന് വയ്യാതായിട്ട് പോയി, കോൺവെക്കേഷനിൽ പോയി. അപ്പൊ എന്നോട് പറഞ്ഞു, മിസ് ഒരു പാട്ട് പാടാമോ, പ്രെയർ മതി, ഗസ്റ്റ് ആയിട്ട് വന്ന് ചെയ്തു പോയാൽ എന്നോട്. അങ്ങനെ ഞാൻ പാടാൻ ചെന്നു, പാടി. പക്ഷെ മുഴുവനും വരച്ചിട്ടാണ് പാടിയത്. പക്ഷെ ബാക്കിയുള്ളവര് പറഞ്ഞു വിറവല് പുറത്തേക്കൊന്നും വന്നില്ല, സൗണ്ടിനൊന്നും വിറവലുണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ മെബിയെ ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോ എനിക്ക് അതാണ് പറയാനുള്ളത്. അതൊക്കെ മാറിക്കോളും. കോൺവെക്കേഷൻ വരുമ്പോ വിറവലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് പാടുക കേട്ടോ. മിസ്സേ, എനിക്ക് ഇതുപോലൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്, ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ. ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് കയറിയ സമയത്ത് ഞാൻ ഗാന്ധി ഭവനിലാണ്, ഞാൻ കൊല്ലത്ത് പത്തനാപുരം അവിടെയാണ് ജോലിക്ക് കയറിയത്. അപ്പൊ അവിടെ നമ്മുടെ സിനിമയിലുണ്ടായിരുന്ന TP മാധവൻ എന്ന് പറയുന്ന, എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ അറിയാം, നല്ലൊരു നടനായിരുന്നു. ഇപ്പൊ മരിച്ചുപോയ ആള്, കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു നടനായിരുന്നു ആള്. അവിടെയാണ് അതായത് അവിടെ ഈ ആരും നോക്കാനില്ലാത്തവരൊക്കെയാണ് കൂടുതലും താമസിക്കുന്നത്, പിന്നെ സുഖമില്ലാത്തവര്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണത്. അപ്പൊ പുള്ളി അവിടെയാണ് താമസിച്ചോണ്ടിരുന്നത്. അപ്പൊ അന്നൊരു പ്രോഗ്രാം നടക്കുകയായിരുന്നു. അപ്പൊ എന്നോട് 2 ദിവസം മുമ്പേ പറഞ്ഞു, ഐശ്വര്യാണ് ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യേണ്ടത്, എല്ലാവരെയും വെൽക്കം ചെയ്തിരുത്തുക, അങ്ങനെ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ഐശ്വര്യാണ്. അപ്പൊ അതിഥികളൊക്കെ ഉണ്ട്, മാധവൻ സാർ ഒരു മുഖ്യ അതിഥിയാണ്, പിന്നെ പുറത്തുനിന്ന് ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അന്നോട്ടേ എനിക്ക് ടെൻഷൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ ഒരു വലിയൊരു പേപ്പറിലൊക്കെ എഴുതി എന്താണ് ആദ്യം പറയേണ്ടത്, എങ്ങനെയാണ് വെൽക്കം ചെയ്യേണ്ടത്, എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് എനിക്ക് നല്ല ടെൻഷനുമാണ്, എന്താ ചെയ്യുക, ആദ്യമായിട്ടാണ് ഒരു. പിന്നെ പറഞ്ഞ കുഴപ്പമില്ല, എല്ലാരും ഇങ്ങനെ പറഞ്ഞു, പോസിറ്റീവായിട്ട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് പോവാ, മൈക്ക് പിടിക്കുക, ഇങ്ങനെ ഓർഡർ പറയുക, ചിരിച്ചൊക്കെ നിൽക്കുക, അങ്ങനെയൊക്കെ. അപ്പൊ പ്രോഗ്രാം തുടങ്ങി. ഞാൻ ഇങ്ങനെ വെൽക്കം ചെയ്തോണ്ടിരിക്കുക, ഓരോരുത്തരെയായിട്ട് വെൽക്കം ചെയ്ത്. എല്ലാരും പുറകിലിരിക്കും, ഒരു പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു അതിഥികളായിട്ട്. അപ്പൊ വിറച്ചോണ്ടാ പറയണത്, എല്ലാം പറഞ്ഞു ആദ്യം വെൽക്കം ചെയ്യുന്നതിന് ഇടയ്ക്ക് ലാസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സ് ആയി പോയി. പറഞ്ഞ് വെൽക്കം ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വെൽക്കം ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നന്ദി പറയുന്നു. അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഇങ്ങനെ കൈ കൂപ്പി നിൽക്കുമ്പോ ഞാൻ വന്നതിന് നന്ദി പറയുന്നു. ആ ഒരു വോട്ട് ഓഫ് താങ്ക്സ് ആയി പോയി. ആകെ കോളാൻ ചമ്മല്. എനിക്ക് എന്നിട്ട് മനസ്സിലാവുന്നില്ല ഞാൻ എന്താ പറയുന്നതെന്ന്. ലാസ്റ്റ് മാധവൻ സാർ അവിടെ നിന്നിട്ട് ആ മൈക്ക് മേടിച്ചിട്ട്, അങ്ങനെയാണ്, സാരില്ല, ഐശ്വര്യക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണെന്നും പറഞ്ഞു. എനിക്ക് ആകെ വല്ലാത്തൊരു അവസ്ഥയായിപ്പോ. ഇത്രയും ആളുകളും വന്നിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് ബോധം പോയി ആ സമയത്ത് എന്താ പറയണ്ടേന്ന്. അതിപ്പോ മെബിയ പറഞ്ഞപ്പോഴേ ഞാൻ അത് ആലോചിച്ചത്, ആ ഒരു അവസ്ഥ. അങ്ങനെ ആ ഒരു സ്റ്റേജ് ഫിയർ നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് നന്നായിട്ട് മാറി. നന്നായിട്ട് മീൻസ് ഇപ്പൊ എനിക്ക് അങ്ങനെ നിന്ന് പറയാനൊന്നും വലിയൊരു പ്രോബ്ലം ഇല്ല. അങ്ങനെ ഒരു വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എനിക്ക്. അതെ, അത് എനിക്ക് തോന്നുന്നു ഉണ്ട്, ഒരുപാട് ആളുകൾക്ക് ഉണ്ട്, സ്റ്റേജ് ഫിയർ ഉണ്ട്. അത് പെട്ടെന്ന് അതിലോട്ട് കയറുമ്പോഴാണ് പ്രശ്നം വരിക. ആ സ്റ്റേജ് നമ്മള് സ്റ്റേജിൽ കയറി എല്ലാവരെയും കാണുമല്ലോ, അപ്പൊ എല്ലാവരും നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നു, നമ്മളെ മാത്രമാണ് നോക്കുന്നത്. ആ ഒരു ടെൻഷനിൽ നിന്നാണ് നമുക്ക് ആ ഒരു പേടി വരുന്നത്. അങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് പിന്നെ അത് ഓക്കെ ആവും, പിന്നെ പ്രശ്നം ഉണ്ടാവില്ല അധികം. ഓക്കെ, ആക്ടിവിറ്റി എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ ഞാൻ ചെയ്യാനായിട്ട്? ഇല്ല മിസ്സേ. ഇല്ല, തന്നിട്ടുണ്ടായിരുന്നില്ല മിസ്. ഇവിടെ വരെയാണ് നമ്മള് പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്. റിഗ്രഷൻ ആയിരുന്നു മിസ്സേ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ റിഗ്രഷൻ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. റിഗ്രഷൻ അല്ലേ?
പേജ് നമ്പർ ഒന്ന് പറയാമോ? പേജ് നമ്പർ ഷെയർ ചെയ്യൂ കേട്ടോ. പേജ് നമ്പർ 75. റിഗ്രഷൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഇല്ല മിസ്സേ, കംപ്ലീറ്റ് ചെയ്തില്ല. എന്താ റിഗ്രഷനെ കുറിച്ച് എന്താ ഞാൻ പറഞ്ഞതപ്പോ? വായിച്ചോളൂ. അതെ മിസ്സേ, ജസ്റ്റ് വായിച്ചോളൂ. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ, സബ്ലിമേഷൻ ആൻഡ് റിപ്രഷൻ എക്സാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും എഴുതിയിട്ടില്ല മിസ്സേ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് റിഗ്രഷൻ നോക്കാം. റിഗ്രഷൻ ഒരാളൊന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്യാമോ ആരെങ്കിലും റിഗ്രഷൻ? മാം ഞാൻ റീഡ് ചെയ്യാം. Regression. Some people do not come across the problems of life, its strains and stress in a mature way. They revert or go back to an immature or childish level of behavior. Thus, avoid the pain, suffering, a conflict or tension. This mode of behavior is called regression. Okay. റിഗ്രഷൻ എന്ന് പറഞ്ഞാല് ചില ആളുകൾക്ക് അതായത് അവരുടെ ലൈഫിൽ വരുന്ന ചില പ്രോബ്ലംസിനെ എന്താ പറയാ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയാ നല്ല രീതിയിൽ അത് മെച്യൂർ ആയിട്ട് കൈകാര്യം ചെയ്യാനോ സാധിക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ചൈൽഡിഷ് ബിഹേവിയർ കാണിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു വ്യക്തിക്ക് മുൻപ് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് കുറെ കാലങ്ങൾക്ക് മുമ്പ് ആ വ്യക്തിക്ക് കുറെ അധികം കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ മുമ്പ് കിട്ടിയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ കിട്ടുന്നില്ല. ഓക്കെ. അപ്പൊ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ വ്യക്തി പഴയതുപോലെ ആകാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഒരു വ്യക്തിക്ക് മുൻപ് ചില കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ അത് കിട്ടുന്നില്ല. കിട്ടുന്നതിന് വേണ്ടിയിട്ട് പഴയതുപോലെ ആകാനായിട്ട് ശ്രമിക്കുന്നു. ഞാനൊരു എക്സാമ്പിളും കൂടി പറഞ്ഞു തരാം. അതായത് ഒരു വീട്ടില് 2 കുട്ടികളുണ്ട്. ഓക്കെ. ഒരു കുട്ടിക്ക് 10 വയസ്സാണ്, ഒരു കുട്ടി ഇപ്പൊ ജനിച്ചേ ഉള്ളൂ. ഓക്കെ. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്കറിയാം 2 കുട്ടികൾ ഉണ്ടെങ്കിൽ 2 പേരെയും ഒരുപോലെ കാണും എന്നാണ് എല്ലാ മാതാപിതാക്കളും പറയാ, അല്ലെ? പക്ഷെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ആ കുഞ്ഞിനായിരിക്കും, അതായത് 2 കുഞ്ഞുങ്ങളോടായിരിക്കും, അതായത് ഏറ്റവും ചെറിയ ആളോട് കുറച്ചും കൂടി നമുക്ക് കരുതലും സ്നേഹവും ഒക്കെ ഉണ്ടാകും. കാരണം കുട്ടി വളർന്നിട്ടില്ല, തീരെ കുഞ്ഞാണ്, അല്ലെ? അപ്പോ നമുക്കറിയാം മാതാപിതാക്കൾ പ്രത്യേകിച്ചും പാരന്റ്സ് എന്ത് ചെയ്യാറുണ്ട്? ആ ചെറിയ കുട്ടിയോട് കുറച്ചും കൂടി കരുതലും സ്നേഹവും ഒക്കെ കാണിക്കാറുണ്ട്. അപ്പൊ ഒരാൾക്ക് 10 വയസ്സാണെന്ന് വിചാരിക്കാം, രണ്ടാമത്തെ ആൾ ഇപ്പൊ ജനിച്ചിട്ടേ ഉള്ളൂ. അപ്പോ ഈ ചെറിയ കുട്ടിക്ക് കിട്ടുന്ന സ്നേഹവും കരുതലൊക്കെ ആരാണ് കാണുന്നത്? മൂത്ത കുട്ടി കാണുവാണ്. അപ്പൊ മൂത്ത കുട്ടിയുടെ ഓർമ്മയിൽ ഇത് വരും, ഇതെനിക്ക് അമ്മ മുമ്പ് ഇതുപോലെ എന്നെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ കെയറും സ്നേഹവും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അത് കൊടുക്കുന്നത് ഇളയവനാണ്, അല്ലെങ്കിൽ ആ കുഞ്ഞിനാണ് ഇപ്പോ കൊടുക്കുന്നതെന്ന് മൂത്തവൻ വിചാരിക്കും.
അപ്പൊ ഇത് കാണുമ്പോൾ ഈ മൂത്തകുട്ടി എന്ത് ചെയ്യും? അതുപോലെ അതായത് ആ കുട്ടിക്ക് ഇളയ കുഞ്ഞിന് കിട്ടുന്ന അതേ സ്നേഹവും കെയറും കിട്ടാൻ വേണ്ടിയിട്ട് ഈ കുട്ടി എന്താണോ ചെയ്യുന്നത്, അതായത് മുമ്പ് എന്താണോ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ആ കുഞ്ഞ് എന്താണോ ചെയ്യുന്നത് അതുപോലെ അനുകരിക്കാനായിട്ട് ശ്രമിക്കും. ഇതൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അനിയത്തിമാര് പെൺകുട്ടികൾ കുറവാണ്. അപ്പം ഞാൻ മാമന്റെ മോളെ ഞാൻ എപ്പോഴും എടുക്കും. ഒരേ മോള് പെൺകുട്ടിയായിട്ട് അവളേ ഉള്ളൂ. അതേ സ്റ്റേജ് തന്നെ എന്റെ ഇളയ അനിയന്. അപ്പം അവളെ ഇങ്ങനെ സ്നേഹിക്കുന്ന കാണുമ്പോ അവൻ എന്ത് ചെയ്തു, അവൻ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വന്നു. അവള് ഉടുപ്പാണല്ലോ മോള് ഇടുന്നത്, അനിയത്തി. അപ്പൊ അവള് ഉടുപ്പിട്ടിട്ട് വന്നിട്ട് എന്റെ അനിയൻ എന്നോട് പറയാ, അമ്മ ഇനി എന്നെ അല്ല ചേച്ചി ഇനി എന്നെ എടുക്കുമെന്ന്. അതായത് ഇളയ അനിയനാണ്, അവനെ എടുക്കാറുണ്ട്. പക്ഷെ അവളോട് സ്നേഹം കുറച്ച് കൂടിയപ്പോ അവന് സംശയം, ഞാൻ പെൺകുട്ടി അല്ലാത്തതുകൊണ്ടാണ് ചേച്ചിക്ക് എന്നോട് സ്നേഹമില്ലാത്തത്. അങ്ങനെ ഒരു തോന്നല് വെറുതെ. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പഠിപ്പിക്കും. അപ്പൊ അവള് പഠിക്കും, ഇവൻ കുറച്ച് ബാക്കായിരുന്നു. അങ്ങനെ അപ്പം അവളെ എടുക്കുമ്പോ അവന് സംശയം. അങ്ങനെ അവള് ഉടുപ്പിട്ട് വന്നിരിക്കുക അനിയൻ, ഇനി എന്നെ എടുക്ക് ചേച്ചി. അങ്ങനെ പിന്നെ ഞാൻ അവനെ കുറേ നേരം എടുത്തു. അന്ന് അവൻ അങ്ങനെ പറഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഇതേപോലെ തന്നെ എപ്പോഴും അവനെ എടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ എപ്പോഴും ആ ഒരു വിഷമം മാറ്റാൻ അന്നത്തെ ദിവസം കുറെ നേരം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കറക്കുകയൊക്കെ ചെയ്തു. ഇളയ അനിയനാ മിസ്, രണ്ടനിയന്മാരാണ്. അപ്പൊ ഇളയ അനിയൻ, മോള് അനിയത്തി എന്ന് പറഞ്ഞത് മാമന്റെ മോളാണ് എന്ന് പറഞ്ഞ പോലെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കുട്ടി പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഇന്നലെ ഇതേപോലെ എന്റെ രണ്ടാമത്തെ മോള് UKG-യിലാണ്, ചെറിയ ആള് നഴ്സറിയിലാണ്. അപ്പൊ ചെറിയ ആളെ അടുത്തേക്ക് എടുത്തോട്ടെ ഞാന്. അപ്പൊ ഇവള് ഇന്നലെ UKG പഠിക്കുന്ന മോള് പറഞ്ഞു, അമ്മ എപ്പോഴും ഉണ്ണീനെല്ലാം അടുത്ത് കെടുത്തണ, ഇന്നെ തീരെ അടുത്ത് കെടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെറിയ ആളായിട്ട് നീക്കി കെടുത്തിയിട്ട് മോളെ രണ്ടാമത്തെ മോളെ അടുത്ത് കെടുത്തിട്ടോ. പക്ഷെ രാത്രി ആകുമ്പോ ചെറിയ ആള് ഭയങ്കര കരച്ചിലായിരുന്നു, അമ്മ വെച്ചിട്ട്. കാരണം എപ്പോഴും ചെറിയ ആളാണല്ലോ ഇപ്പൊ അടുത്ത് കെടുത്താറ്. അപ്പൊ അങ്ങനെ എപ്പോഴും ഉണ്ണീനാണ് അടുത്ത് കെടുത്തുക എന്ന് പറഞ്ഞിട്ടാണ് UKG പഠിക്കുന്ന മോള് ഇന്നലെ പ്രത്യേകിച്ച് എന്റെ അടുത്ത് വന്ന് കിടന്നു, ഉണ്ണിയോടാണ് സ്നേഹം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതാണ്, അതായത് മൂത്തകുട്ടി എന്ന് പറഞ്ഞാല് മൂത്തകുട്ടിക്ക് മുമ്പ് ഇതുപോലെ ഇളയ കുഞ്ഞിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ മൂത്ത കുട്ടിയും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ മൂത്ത ആൾക്ക് ആ ഒരു സ്നേഹവും കെയറും ഒന്നും കിട്ടുന്നില്ല എന്നൊരു തോന്നലിൽ നിന്ന് എന്ത് ചെയ്യുന്നു, മുമ്പത്തെ പോലെ ആകാനായിട്ട് ശ്രമിക്കുന്നു. അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞു വന്നു കഴിഞ്ഞാല്, അതായത് നമ്മുടെ ബെഡില് യൂറിൻ പാസ് ചെയ്യുക, ഈ ഒരു ടെൻഡൻസിയാണ്. കിടക്കയിൽ മൂത്രമൊഴിക്കുക, അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളെ പോലെ തന്നെ നഖം, അതായത് വിരലുണ്ടല്ലോ, അത് ഇങ്ങനെ വായിൽ വെച്ചിട്ട് ചപ്പില്ലേ, അതുപോലെ ചെയ്യുക. ഇതൊക്കെ എന്താണ്, ഈ ഒരു റിഗ്രഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. കുഞ്ഞു കുട്ടികളെ പോലെ പെരുമാറുന്നു. അപ്പൊ എന്ത് കിട്ടും? അതായത് മൂത്ത കുട്ടി ഇളയ കുഞ്ഞിനെ പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും പാരന്റ്സിന്റെ അറ്റൻഷൻ മൂത്ത കുട്ടിയിലോട്ട് പോകും, ഇല്ലേ? ശരിയാണോ? അതെ, ശരിയാണ്, അങ്ങനെയാണ്. അതായത് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി മാത്രം ചെയ്യാറുണ്ട്. കാണുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് അറ്റൻഷൻ കിട്ടാനായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷനാണ്, എന്താണ് അവർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ്. അപ്പൊ അവരിലേക്ക് മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ പിന്നെ പോകുന്നത്. മൂത്ത കുട്ടി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇളയ കുട്ടിയെ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് സമയം ഉണ്ടാവില്ല, പിന്നെ നമുക്ക് ടെൻഷൻ ആവും. കാരണം ഇത്രയും വയസ്സായിട്ടും ഈ കുഞ്ഞെന്താണ് പഴയ കാര്യങ്ങള്, കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൂടുതലായിട്ട് അവനെ ശ്രദ്ധിക്കാനും കൂടുതലായിട്ട് അവനെ കെയർ ചെയ്യാനും തുടങ്ങും. അപ്പോ അത്തരത്തിലൊരു അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റിഗ്രഷൻ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ, നിങ്ങൾ എന്റെ വീട് അപ്പൂന്റെ അത് എക്സാമ്പിൾ ആണ്. എന്റെ വീട് അപ്പൂന്റെയും ആ കുട്ടിയോട് കാണിക്കുന്നത് ഇളയ കുട്ടീനെ സ്നേഹിക്കുന്നതിന്റെ ആ ഒരു പ്രശ്നമുണ്ട് മിസ്. അതിലെ ഏറ്റവും പ്രോബ്ലം ഉണ്ടാക്കുന്നത് നമ്മളെ ഈ നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോ കാണാൻ വരുന്നവര് പറയില്ലേ, ദേ ഇനി അമ്മയ്ക്ക് കുഞ്ഞാവേം കൂടെ വരാൻ പോവാ, നിന്നെ ഇനി ഒട്ടും വേണ്ട, അമ്മയ്ക്ക് ആ കുഞ്ഞാവേ മതി, അങ്ങനെ പറഞ്ഞ അപ്പൊ നമ്മൾ അവർക്ക് ഒരു തമാശയായിട്ട് പറയും. പക്ഷെ കുഞ്ഞുങ്ങളത് അവർക്ക് പിന്നെ ഉറക്കോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അത് ഓർത്ത് ഇങ്ങനെ കിടക്കും, അത് ശരിയായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഓരോന്നായിട്ട് ഡെവലപ്പായിട്ട് വരും പ്രോബ്ലംസ് ഒക്കെ. ഞാൻ വെച്ചാലുണ്ടല്ലോ മിസ്, ഇപ്പൊ ഇളയ കുഞ്ഞിനെ നമ്മൾ സ്നേഹിക്കുമെങ്കിലും മൂത്ത ആൾ കൂടെ ആയിരുന്നു അന്ന് അവൻ അറിവായല്ലോ. അപ്പൊ മൂത്ത ആളോട് നേരത്തെ തീരുമാനിച്ചിരുന്നു ഞാൻ,
അപ്പം ഫീഡ് വരെ ഒന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എന്ന് വെച്ചാൽ 1.5 വയസ്സ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്താണ് അത് ഇളയ കുട്ടിക്ക് ബാധിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇതേപോലെ മൂത്ത ആൾക്ക് ആ ടൈമിൽ 2 വയസ്സായി, 2 വയസ്സ് കഴിഞ്ഞു. അപ്പൊ ഇതേപോലെ തന്നെ എന്താണ് അങ്ങനെ ഇതുണ്ടായില്ല. പക്ഷെ മൂത്ത ആളോടായിരുന്നു കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നത്. ഇളയാളെ കളിപ്പിക്കുമെങ്കിലും മൂത്ത ആൾക്ക് വിഷമമുള്ള രീതിയിൽ ചെയ്യൂലായിരുന്നു. കാരണം ഇളയത് ബുദ്ധി ആയിട്ടില്ലല്ലോ, അതായത് മനസ്സിലാക്കാനായിട്ടില്ല. അപ്പം മൂത്ത ആളോട് തന്നെ കാണിക്കുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഒരേ രീതിയിലാണ് മിസ് കൊണ്ടുപോയത്. ഇയാൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചാലും മൂത്ത ആൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ വാങ്ങിക്കും. അങ്ങനെ അവരുടെ ഇടയിൽ ആ പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോഴാണ് കൂടുതലും പ്രശ്നം. ഇപ്പൊ എന്തെങ്കിലും പറയുമ്പോ അമ്മ അവനെ പിണങ്ങണില്ല, എന്നെ മാത്രമാണ് പിണങ്ങണേ, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഇപ്പൊ ഉണ്ട്. പിന്നെ ഇളയ അനിയത്തി അല്ലെങ്കിൽ അവൾക്ക് അമ്മയ്ക്ക് അവളോടാണ് സ്നേഹം കൂടുതൽ. അവള് ചെറുതല്ലേ, ഞങ്ങളോട് ദേഷ്യമാണ്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത പിണങ്ങും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്. അന്ന് ഇങ്ങനെ ഓക്കെ ആയിട്ട് പോയി രണ്ടുപേരുടെയും കാര്യങ്ങള്. ഇപ്പൊ പിന്നെ ഇളയ മോളും കൂടി ഉള്ളതുകൊണ്ട് അവളോട് നമുക്ക് കെയർ ചെയ്യാണ്ട് നിവൃത്തിയില്ല. അവളെ ഇത്തിരി സ്പെഷ്യൽ കെയർ കൊടുക്കണം, LKG. അപ്പം അതിൻ്റെതായിട്ടുള്ള ഇത് അങ്ങനെ. അപ്പൊ പല വീടുകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് മൂത്തയാള് ഇളയാള് എന്നുള്ള എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പൊ നേരത്തെ ഐശ്വര്യ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിന്റെ മനസ്സിൽ ആദ്യം തന്നെ തീകോരിയിടാനായിട്ട് കുറച്ച് ആളുകളുണ്ട് അല്ലെ. ഇപ്പൊ ഒരാളിനി കൂടി ഇനി വരും, അപ്പൊ നിന്നോടുള്ള സ്നേഹം കുറയും, നീ കുറച്ച് ശ്രദ്ധിക്കണം, ഇനി എന്ത് സാധനം കിട്ടിയാലും അതിനും കൂടി ഷെയർ ചെയ്യണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും ആൾക്കാരുണ്ടാവും. അപ്പൊ ഇത് കേൾക്കുമ്പോ കുഞ്ഞിന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ടും മുറിവേക്കും. അപ്പൊ കുഞ്ഞിന് തന്നെ തോന്നുന്നു ഇത്രയും നാള്, അതായത് ഒറ്റയ്ക്ക്, അതായത് ഈ ഒരു കുഞ്ഞിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുള്ള ആ ഒരു വീട്ടിൽ കഴിയുന്നത്. ഇപ്പൊ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ വിചാരം എല്ലാ അമ്മയും അച്ഛനും എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അവിടെ ഉള്ള എല്ലാ സാധനങ്ങളും എന്റെ മാത്രമാണ്, അവര് മേടിക്കുന്നത് എന്തും എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, വേറെ ആരും അവകാശികളായിട്ടില്ല. ഇപ്പൊ കുറച്ചുകൂടി മുതിർന്നൊക്കെ കഴിയുമ്പോഴാണോ ഈ പ്രശ്നം വരുന്നത്. അതായത് കുറച്ചുകൂടി ഏജ് ഒക്കെ ആയിട്ട് രണ്ടാമതൊരു കുഞ്ഞുണ്ടാവുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പൊ ഏജിലിപ്പോ അതുകൊണ്ടാണ് ചില ആളുകൾ പറയില്ല അധികം ഗ്യാപ്പ് ഉണ്ടാവരുത്. ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അധികം ഗ്യാപ്പ് ഇല്ലാതെ തന്നെ 2 വയസ്സ് 3 വയസ്സിനുള്ളിൽ തന്നെ രണ്ടാമത്തെ കുട്ടി ഉണ്ടാവണം എന്ന് പറയാറില്ലേ. അപ്പൊ ഇതൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ പറയുന്നത്. കൂടുതൽ ഗ്യാപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് അറിവ് വെക്കുകയാണ് മൂത്ത കുട്ടിക്ക്. അപ്പൊ അതിനനുസരിച്ച് അവന്റെ തോട്ട്, അവന്റെ ഐഡിയാസ് ഇതൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ അവന്റെ മനസ്സിൽ ഇതായിരിക്കും ഉണ്ടാവുക, ഇനി ഒരാൾ വരുമ്പോ ഇപ്പൊ എനിക്കൊരു മിഠായി മേടിച്ചു കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യണം, അടുത്ത ആൾക്ക് കൂടി ഷെയർ ചെയ്യണ്ടേ എന്നുള്ള ഒരു വിചാരങ്ങളും കാര്യങ്ങളൊക്കെ വരും. ചില കുഞ്ഞുങ്ങൾ ഷെയർ ചെയ്യും, ഭയങ്കരമായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ. ഇവിടെ ഇപ്പൊ ഇളയാളായിട്ട് പോയുമ്പോ അവർക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുമല്ലോ. അപ്പൊ ഇവര് പ്രശ്നം ഉണ്ടാക്കും, അമ്മ ഞങ്ങൾക്ക് ചോക്ലേറ്റ് ഒന്നും വാങ്ങിച്ചു തന്നില്ലല്ലോ. ഞാൻ പറയും നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തതാണ്. ഈ പ്രായത്തിൽ നിങ്ങളും കടയിൽ വരുമ്പോ എന്റെ അടുത്ത് വാശി പിടിച്ച്, അച്ഛൻ്റെ അടുത്ത് വാശി പിടിച്ച് എപ്പോഴും ചോക്ലേറ്റ് വാങ്ങാറുണ്ടായിരുന്നു. ഇപ്പൊ പറയുമ്പോ നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. അപ്പൊ അവളിപ്പോ വാശി പിടിച്ച് വാങ്ങിപ്പിച്ചാണെന്ന് പറയും. പിന്നെ ഇടയ്ക്ക് 3 പേർക്ക് വാങ്ങിച്ചോണ്ട് വരും മിസ്. പിന്നെ ആ ഒരു കംപ്ലൈന്റ് അങ്ങനെയൊക്കെ മിസ്. അതെ. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് നമ്മൾക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടുപേരെയും ഒരുപോലെ കാണുക, പക്ഷെ നമ്മള് മൂത്ത കുട്ടിക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുക. അതായത് ഇപ്പൊ പെട്ടെന്ന് ഒരു രണ്ടാമത്തെ ഒരു ബേബി ഉണ്ടാവുകയാണെങ്കിൽ അവന് തോന്നരുത് അവനെ അവോയ്ഡ് ചെയ്തു അല്ലെങ്കിൽ അവനെ കെയർ ചെയ്യുന്നില്ല എന്നുള്ള ചിന്തകളും മറ്റൊന്നും അവന് ഉണ്ടാവാനായിട്ട് പാടില്ല. മൂത്ത കുട്ടിയെ നന്നായിട്ട് കെയർ ചെയ്യുക, അവനെ സ്നേഹിക്കുക. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അവന് മനസ്സിലാവും, അതായത് ഇളയ കുട്ടി എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, എനിക്ക് വന്നിരിക്കുന്ന അനിയൻ അല്ലെങ്കിൽ അനിയത്തി എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ കൊടുക്കുന്ന മൂത്ത കുട്ടിയോട് കാണിക്കുന്ന സ്നേഹം അവൻ തിരിച്ച് ഇളയ കുട്ടിയോട് കാണിക്കും. അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ മിക്ക പാരന്റ്സും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോഴത്തെ പാരന്റ്സ് കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മളുടെയൊക്കെ കാലത്തൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ വേർതിരിവും കാര്യങ്ങളും ഡിസ്ക്രിമിനേഷൻ ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഉണ്ട്. ഇപ്പോഴത്തെ പാരന്റ്സ് കുറച്ചുകൂടി എഡ്യൂക്കേറ്റഡ് ആണ്. എല്ലാവരും നമുക്കറിയാം, കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് തക്ക സമയത്തും ആശുപത്രികളിൽ നിന്നും അല്ലാതെ നമ്മൾ കുറെ കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. അപ്പോ നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത് എന്നറിയാം. അപ്പൊ പിന്നെ വീട്ടിൽ മറ്റുള്ള മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി സൂക്ഷിക്കേണ്ടത്. അവർക്കറിയില്ല എന്ത് ചെയ്യണം, മറ്റേ ചിലപ്പോ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. ഇളയ കുട്ടി വന്നു കഴിഞ്ഞാൽ അവരെ ആയിരിക്കും കൂടുതൽ കെയർ കൊടുക്കുക, കൂടുതൽ അവരെ ആയിരിക്കും താലോലിക്കുക.
അപ്പൊ മൂത്ത കുട്ടി ഇത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് എന്നെ അവോയ്ഡ് ചെയ്ത്, എന്നെ എന്തിനാണ് ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഇങ്ങനെ കുട്ടി ചിലപ്പോൾ ഷെയർ ചെയ്യില്ല ആരോടും, പക്ഷെ കുട്ടിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും, അങ്ങനെ മനസ്സിൽ ചിന്ത ഉണ്ടാവും, എന്തുകൊണ്ടാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നെ അച്ഛനമ്മയ്ക്ക് ഇപ്പൊ ഇഷ്ടമല്ലേ, അവൻ വന്നതോടുകൂടി അല്ലെങ്കിൽ അവള് വന്നതോടുകൂടി എന്നെ ഇഷ്ടമല്ല, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഉണ്ടാവാനായിട്ട് തുടങ്ങും. അപ്പോ എന്ത് ചെയ്യണം, മൂത്ത കുട്ടിയെയാണ് നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ടത്. ഇളയ കുട്ടി വന്നു കഴിഞ്ഞാൽ ഇളയ കുട്ടിയെ കെയർ ചെയ്യേണ്ടതല്ല കേട്ടോ പറയണേ, കെയർ കൊടുക്കണം അതിന്, പക്ഷെ മൂത്ത കുട്ടിയുടെ കാര്യം നമ്മൾ നോക്കിയിരിക്കണം. ഓക്കെ മിസ്, ആ ഞാൻ രണ്ടാമത്തെ മോളെ പ്രസവിച്ചിരുന്നപ്പോഴും മൂത്ത ആളാണ് എന്റെ കൂടെ കിടന്നത്. അവളെ കുറച്ച് ദൂരെ കിടത്തിയിട്ട് മൂത്ത ആളാണ് കൂടെ കിടക്കുക. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പം രണ്ടാമത്തെ ആൾക്ക് 3 വയസ്സായി, പക്ഷെ മൂത്ത ആൾക്ക് കിടക്കണം. അഥവാ രാവിലെ എണീക്കുമ്പോ മറ്റാൾ എന്റെ കൂടെ കിടക്കണ കണ്ട അന്ന് ദിവസം മൊത്തം പിണക്ക. ഉമ്മി എന്റെ കൂടെ കിടത്തില്ലല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അതെല്ലേ, കൂടുതൽ കെയർ അവക്കാ വേണ്ടത്. കൂടുതൽ കെയർ അവർക്ക് കൊടുക്കുക, അതാണ് വേണ്ടത് കേട്ടോ. അപ്പൊ ഇത്തരത്തിൽ കിട്ടാതിരിക്കുമ്പോഴാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നത്, ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം വലിയ കുട്ടികൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ അല്ലേ റിഗ്രഷൻ? യെസ് മാം. ഇനി അടുത്തത് നിങ്ങളൊന്ന് റീഡ് ചെയ്യേ കേട്ടോ, മൈൻഡിൽ റീഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാളെ കൊണ്ട് വായിപ്പിക്കാം. നെഗറ്റിവിസം ജയശ്രീ ഒന്ന് റീഡ് ചെയ്തേ. Some individuals react to baffling situations by becoming negative. This means they do not attack the problem or obstacle which challenge them. Instead, they become contradictory, stubborn, and rebellious. Disobedience, temper, tantrum, and defiance are expression of their negativism. അതായത് ചില വ്യക്തികൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളെ നെഗറ്റീവ് സമീപത്തിലൂടെ പ്രതികരിക്കുന്നു. അതായത് അവരെ വെല്ലുവിളിക്കുന്ന പ്രശ്നങ്ങളെയോ തടസ്സങ്ങളെയോ നേരിട്ട് ആക്രമിക്കുകയോ പരിഹരിക്കുകയോ ചെയ്യില്ല. അല്ലേ മിസ്? ഓക്കെ, അതായത് ചില ആളുകൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ എല്ലാത്തിനും എതിർപ്പ് കാണിക്കുക, ഈ ഒരു സ്വഭാവം ഉള്ളവരാണെന്ത് നെഗറ്റീവിസം എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസത്തിൽ ഉൾപ്പെടുന്നവർ. ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ് നെഗറ്റീവിസം എന്ന് പറയുന്നത്. അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് സൊല്യൂഷൻ കാണാതെ അതിനോട് എതിർപ്പ് കാണിക്കുക. ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ, എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണുന്ന ആളുകള്. ഇപ്പൊ നമ്മളൊരു ആൾക്കൂട്ടത്തില് നിൽക്കുവാണ്, അപ്പൊ ഞാനിപ്പോ ഒരു 10 പേരടങ്ങുന്ന ഒരു ആൾക്കൂട്ടത്തിൽ നിൽക്കുവാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ പറയുവാണ് അവരോട്, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുവാണ്. അപ്പോ
കേട്ട പാട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയും, ആ നീ അത് ചെയ്താൽ ശരിയാവില്ല, അതൊക്കെ ചെയ്തിട്ട് എന്തിനാ, അതൊക്കെ വെറുതെയാ, പൊട്ടിപ്പാടി സാവേ ഉള്ളൂ. അങ്ങനെ ഒരു രീതിയിൽ പ്രതികരിക്കുന്നവരുണ്ട്. ഇനി അതിൽ തന്നെ വേറൊരു കൂട്ടര് പറയും അത് റിസ്ക് ആണ്, അശ്വതിക്ക് നല്ലത് കുറച്ചുകൂടി വേറെ എന്തെങ്കിലും ആണ്, ഇത് ചെയ്യണ്ട കേട്ടോ, ഇത് ചെയ്താൽ എന്തായാലും ഉറപ്പാണ് അത് പൊട്ടും എന്ന് പറയുവാണ്. അപ്പോ ആ സമയത്ത് എന്റെ കോൺഫിഡൻസ് അവിടെ പോവാണ്. ഞാൻ എന്താണോ ചെയ്യാൻ തീരുമാനിച്ചത് അത് അതിൽ നിന്ന് ഞാൻ വിഡ്രോ ചെയ്യും, മാറും അല്ലെ. അപ്പൊ ഇത്തരത്തില് മറ്റുള്ളവരെ, അതായത് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്നതിലൂടെ അവരുടെ മനസ്സിനെ തന്നെ സന്തോഷിപ്പിക്കുക ചെയ്യുന്നത്. ചിലവർക്ക് നെഗറ്റീവായിട്ട് പറയുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്, അവർക്കൊരു സംതൃപ്തി കിട്ടും, എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് അത് പറഞ്ഞു കഴിയുമ്പോൾ കിട്ടുക. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ചില വ്യക്തികളെ, അല്ലെ, മൂവീസിലൊക്കെ ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ വ്യക്തികള്. അപ്പോ അതിലൂടെ സീരിയൽസിൽ എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആരെങ്കിലും ഉണ്ടാവും. അതെ അതെ, നെഗറ്റീവ്. അപ്പോ ഈ ഒരു ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിനെ തന്നെ സന്തോഷിപ്പിക്കാനാണ്. അതായത് ആളുകളോട് നെഗറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതിലൂടെ അവരുടെ മനസ്സിനെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡിഫൻസ് മെക്കാനിസം വഴി അവര് മറ്റുള്ളവരെ വേദനിപ്പിക്കും. അപ്പൊ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കുക, അപ്പൊ മറ്റുള്ളവർ അവിടെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അവരുടെ ഇടയിൽ കയറി ചെന്ന് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പൊ ഞാനും ദുഃഖിതൻ, അവരും ദുഃഖിതൻ, സെയിം. കാരണം എനിക്ക് ദുഃഖം വന്നു, അത് ഞാൻ സഹിച്ചാൽ പോലെ. പക്ഷെ ഞാൻ ദുഃഖിക്കുമ്പോ മറ്റുള്ളവര് സന്തോഷിക്കണ്ട, മറ്റുള്ളവരും ദുഃഖിക്കണം. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടി ജീവിക്കുന്ന ആളുകളുണ്ട്, അല്ലെ. ഇതിനെയാണ് നെഗറ്റീവിസം എന്ന് പറയുന്നത് കേട്ടോ. ഈ നെഗറ്റീവിസം എന്ന് പറയുന്ന കാര്യം നമ്മളില് നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുക. നെഗറ്റീവ് എനർജി നമുക്കറിയാം, രണ്ട് തരത്തിലുള്ള എനർജി ഉണ്ട്. ഒന്ന് പോസിറ്റീവ് എനർജി ഉണ്ട്, മറ്റൊന്ന് നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും എന്താ പറയാ, ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അല്ലെ. പ്രാർത്ഥനകൾ നടത്താറുണ്ട്, അല്ലെ. നമ്മള് അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക, അല്ലെ. അങ്ങനെയുള്ള പിന്നെ നമസ്കാരങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിസ്കരിക്കുക. ഇതൊക്കെ എന്തിനെ മറികടക്കാൻ വേണ്ടിയിട്ടാ? ഈ നെഗറ്റീവ് എനർജിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചുറ്റിനും, അതായത് നമ്മൾക്കറിയാം നമ്മുടെ ചുറ്റിനും പ്രകൃതിയുണ്ട്, ഈശ്വരനുണ്ട്, അല്ലെ. നമ്മള് വിശ്വസിക്കുന്ന ദൈവം ഏത് ആയിക്കോട്ടെ, നമ്മളൊരു ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ശക്തി ഉണ്ട്, അല്ലെ. അപ്പൊ അതിന്റെ ശക്തി നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഈ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകണം. ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന തോട്ടുകളാവാം, നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളാകാം. നമ്മൾ എന്തെങ്കിലും ഒരു ബാഡായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കുകയാണെന്ന് വിചാരിക്കുക, അത് നമ്മൾ വിചാരിക്കും അതൊരു ചിന്തയല്ലേ. പക്ഷെ അങ്ങനെയല്ല, അത് നമ്മുടെ ഹോൾ ബോഡിയെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ മൊത്തം ശരീരത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ദേഷ്യം, വിദ്വേഷം, തർക്കിക്കുക, അങ്ങനെയുള്ള മനോഭാവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മറിച്ച് പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എപ്പോഴും പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഭാവങ്ങളൊന്നും, ഇമോഷൻസ് ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മളിലുള്ള നെഗറ്റീവ് എനർജി എന്ത് ചെയ്യുക, നമ്മള് കളയുക എന്നുള്ളതാണ്. ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയില്ലേ, എനിക്ക് നിങ്ങളിൽ അത് വിശ്വാസം ഉണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുവാണ്, ഈ നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ മറ്റുള്ളവർ കണ്ണ് വെക്കുക എന്നൊക്കെ പറയില്ലേ, കണ്ണീർ എന്നൊക്കെ പറയില്ലേ, ആ സംഭവം കേൾക്കും എന്നാ പറയുന്നത്. അങ്ങനെ ഒരു തോട്ടുണ്ട് നമ്മുടെ ഇതിലൊക്കെ പറയുന്നതാണ്. അതായത് നമ്മളെ നെഗറ്റീവ് എനർജി നമ്മൾക്ക് ഉണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളെ അങ്ങനെയുള്ള രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് എത്തും. അപ്പൊ ആ ഒരു ഇത് നമ്മളെ എന്താ പറയാ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എപ്പോഴും ഇരിക്കുക എന്നുള്ളതാണ് നല്ലത്. നെഗറ്റീവിസത്തിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്റെ നാത്തൂനാണ് മിസ്സേ. എന്റെ ഭർത്താവിന്റെ ചേച്ചിയാണ്. ആളിപ്പം 34-35 വയസ്സുണ്ട്. നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് PSC ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ PSC പഠിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ ഞാനും PSC കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു.
അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ലിസ്റ്റിൽ കയറുന്ന കാണുമ്പം ആളെപ്പോഴും പറയും ലിസ്റ്റിൽ കയറിയിട്ട് കിട്ടില്ല കിട്ടില്ല. പിന്നെ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോ പറയും അതൊന്നും കിട്ടില്ലെന്നേ, മറ്റേ SC ST OBC അങ്ങനെയുള്ളവർക്ക് കിട്ടുള്ളൂ, ജനറൽ കാറ്റഗറി അല്ലേ കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ മോണ്ടിസോറി കോഴ്സിന് ചേർന്നു, പുറത്തേക്കൊക്കെ നല്ല ചാൻസ് ആണ് നമുക്ക് എന്നൊക്കെ പറഞ്ഞപ്പം അതിലൊന്നും വലിയ കാര്യമില്ല, ടീച്ചേഴ്സിനെ ആർക്കും ഇപ്പൊ വേണ്ട. അങ്ങനെയുള്ള ഒരു നിലപാടാണ് എപ്പോഴും പുള്ളിക്കാരി എടുക്കാറ്. പിന്നെ പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷനാണ് നല്ല ഹൈ. ചേച്ചി ചെയ്യുന്ന കാര്യങ്ങളാണ് എപ്പോഴും നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അത് മാത്രമേ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എന്ത് ചെയ്താലും അത് നെഗറ്റീവായിട്ടേ പുള്ളിക്കാരി പറയുള്ളൂ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റം വരുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ PSCയുടെ കാര്യം വന്നപ്പോഴാണ്, അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകൾ നമ്മളോട് പറയും അതൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല, എന്തിനാ പഠിച്ചിട്ട് എന്ന് ചോദിക്കാറുണ്ട്. അതൊന്നും കിട്ടില്ല, നീ അത് ട്രൈ ചെയ്തിട്ട് കാര്യമില്ല, ആ സമയം കൊണ്ട് നീ വേറെ വല്ലതും ചെയ്യുവാണെങ്കിൽ അത് നിനക്ക് ഉപകാരപ്പെടും എന്ന് പറയാറുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് എന്ത് തോന്നും, അത് കിട്ടാൻ പോകുന്നില്ല, അതവിടെ ഇട്ടിട്ട് പോകും. അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതവിടെ ഇട്ടിട്ട് വേറെ വല്ല പണിക്ക് പോകും. കൂടുതൽ സ്ട്രെങ്ത് ഉള്ള, അതായത് പോസിറ്റീവ് എനർജി, അതായത് കൂടുതൽ മനോബലമുള്ള ആളുകളാണ് പിന്നീട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് കേട്ടോ. അപ്പോ നമ്മുടെ എന്താ പറയാ, ഇപ്പൊ അതിന് നല്ല, അതായത് ഈ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടാൻ, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാ, പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ക്ലാസ്സിൽ. പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? മെഡിറ്റേഷൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഈ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരാനായിട്ട് മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് സാധിക്കും. ഓക്കെ. മിസ്സേ, എന്റെ ചേച്ചി PSC ഇപ്പൊ 8 വർഷമായിട്ട് പഠിക്കുവാണേ. അപ്പം എല്ലാരും പറയും നീ വെറുതെ ലിസ്റ്റിലൊന്നും കേറുകയില്ല, കേറിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലെന്ന്. പക്ഷെ ചേച്ചി അവരുടെ ഒന്നും വാക്ക് കേൾക്കത്തില്ല. ഇപ്പോഴും അതിങ്ങനെ എന്നിട്ട് ഇപ്പൊ LDCയുടെ ലിസ്റ്റിലും വന്നിട്ടുണ്ട്, ലാബ് അസിസ്റ്റന്റിന്റെ ലിസ്റ്റിലും വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോ അടുത്ത ലിസ്റ്റിൽ കയറിയിട്ടൊന്നും കാര്യമില്ല, ഇപ്പൊ ജോലിക്കൊന്നും എടുക്കുന്നില്ല, അപ്പൊ മൊത്തം തട്ടിപ്പാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചേച്ചി എന്നാലും അതിന്ന് പിന്മാറത്തില്ല. ആരെന്നാ വേണേലും പറഞ്ഞോട്ടെ, എനിക്ക് കിട്ടിക്കഴിയുമ്പോ ആൾക്കാരുടെ വാ ഞാൻ അടപ്പിച്ചോളാന്ന് ചേച്ചി പറയുന്നത്. മിസ് അങ്ങനെ ചിന്തിച്ചാൽ നമ്മള് മുന്നോട്ട് പോകും മിസ്. അതെ അതെ, ആരുടെയെങ്കിലും വാക്ക് കേട്ടാ നമ്മളുടെ കാര്യം തീർന്നു അല്ലേ? അങ്ങനെയാണ് മിസ്. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ എന്തോരം പേർക്ക് ജോലി കിട്ടുന്നുണ്ട് അതുവഴി, PSC വഴി. നിയമനമൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ വെറുതെയാണ്, സർക്കാർ പറ്റിക്കുവാണ്, അങ്ങനെയൊക്കെയല്ല. ബാക്കിയുള്ളവർക്ക് ജോലി കിട്ടുന്നില്ല, ബാക്കിയുള്ളവരും സാധാരണ കുറെ പേർക്ക് കിട്ടുന്നുണ്ട് മിസ്. കിട്ടുന്നുണ്ട്, കുറച്ച് പേർക്ക് അതെ, കിട്ടുന്നുണ്ട്. അത് പരിശ്രമിക്കുന്ന ചിലവർക്കൊക്കെ ഒരുപാടായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതില് കുറെ പേര് പരിശ്രമിക്കുന്നുണ്ട്, ഇതിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. മറ്റുള്ളവര് ഏജ് പറഞ്ഞ കഴിയുമ്പോ അവർക്കൊരു വിഷമാവും, ഏജ് കഴിയണ വരെ അവര് നോക്കും, വേറെ ഒന്നിലേക്കും തിരിയൂല. അങ്ങനെയും ചിലവരുണ്ട്. വാക്ക് കേട്ട് അത് നിർത്തിയിരുന്നെങ്കിൽ ലിസ്റ്റ് പോലും കയറാൻ പറ്റുമല്ലായിരുന്നു. അതെ അതെ, അതാണ്. അതായത് ആളുകൾ എന്ത് നെഗറ്റീവായിട്ട് പറയുന്ന ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നമ്മളത് നമ്മുടെ മൈൻഡിലേക്ക് കേൾക്കാതിരുന്നാൽ മതി, കേൾക്കാതിരുന്നാൽ മതി. വേറെ യാതൊരു പ്രശ്നവും അവിടെ ഉണ്ടാവില്ല. ഓക്കെ. അപ്പോ നമ്മുടെ മനസ്സിൽ നിന്ന് നെഗറ്റിവിറ്റി ഒഴിവാക്കുക കേട്ടോ. അത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്, നമ്മുടെ സക്സസിനൊക്കെ നെഗറ്റിവിറ്റിയെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊരു ഡിഫൻസ് മെക്കാനിസം കൂടിയാണ്. ചില ആളുകൾ ഉപയോഗിക്കുന്ന തന്ത്രമാണത്, അവർക്ക് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്. അതായത് മറ്റുള്ളവരില് എന്താ പറയാ, മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് പറയുന്നതിലൂടെ ഇവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ, അതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് മിസ്. നെക്സ്റ്റ് വൺ, സിമ്പത്തിസം. ഒരു സെക്കൻഡ്, ഞാൻ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഏതിന്റെയൊക്കെയാ കിട്ടാനുള്ളത്? മാം, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഒരു മിനിറ്റ്, പോരെ.
ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണോ? Yes, ma'am. യെസ് മിസ്. അത് മാത്രമേ ഉള്ളൂ അല്ലേ? ഞാനിത് എഴുതി വെച്ചില്ലെങ്കിലും മറന്നു പോകും കൊടുക്കാനായിട്ട്, അതാണ് എഴുതി വെച്ചത്. എപ്പോഴും നിങ്ങളോട് ചോദിക്കും, പക്ഷെ മറന്നു പോകും. നാളെ കിട്ടും കേട്ടോ, പറഞ്ഞേക്കാം ഞാനിവിടെ. ഓക്കെ. മിസ് നീഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഫീസ് ഞാനാണ് എടുത്തതല്ലോ. അപർണ മിസ് എടുത്തെ നീഡ്സ്. സിമ്പത്തിസം വായിച്ചോളൂ കേട്ടോ, സിമ്പത്തിസം. റീഡ് ചെയ്തോ? Yes, ma'am. സിമ്പത്തിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സഹാനുഭൂതി നേടുക എന്നുള്ളതാണ് കേട്ടോ. ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതായത് ഈ സിമ്പത്തിസത്തില് ഒരു വ്യക്തി തന്റെ പ്രശ്നങ്ങള് സ്വയം പരിഹരിക്കാൻ ശ്രമിക്കാതെ മറ്റുള്ളവരുടെ സഹാനുഭൂതി തേടുന്നു. സിമ്പതി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ഇമോഷനിലൂടെ ഒരു വ്യക്തിക്ക് പല കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് നമ്മളിപ്പോ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ധാരാളം ആളുകൾ വരില്ലേ പൈസയൊക്കെ ചോദിച്ചുകൊണ്ട്? നമ്മ കൊടുക്കാറുണ്ടോ? എക്സാമ്പിൾ പറഞ്ഞതാണ്. അതായത് അവരുടെ ജീവിതത്തിൽ അവർക്ക് വലിയ എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ലൈഫ് വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ഓക്കെ. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവര് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് വരും? സഹാനുഭൂതി തോന്നും അല്ലെ? സിമ്പതി തോന്നും. സിമ്പതി തോന്നിയിട്ടാണ് എന്ത് ചെയ്യാ? നമ്മൾ അവർക്ക് പൈസ കൊടുക്കുക. അപ്പോ ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. അതായത് മറ്റുള്ളവരിൽ നിന്ന് സഹാനുഭൂതി പിടിച്ചു പറ്റി അവരുടെ പ്രശ്നങ്ങളെയാണ് അവരെന്ത് ചെയ്യുന്നത്? മാറ്റുന്നത്. അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷെ അവര് ഈ സിമ്പതി എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം യൂസ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളെ അവരെന്ത് ചെയ്യുന്നു? മാറ്റുന്നു. നമ്മൾ ഒരാൾക്ക് പൈസ കൊടുത്തു, അപ്പൊ നമ്മളെ പോലെ തന്നെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് പൈസ കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അവർക്ക് ഒരു ദിവസം ജീവിക്കാനുള്ള പൈസ എന്ത് ചെയ്യുന്നുണ്ട്? അതിലൂടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ സിമ്പതി എന്ന് പറയുന്ന ടൂളാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഒരിക്കലും തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ പൈസ കൊടുക്കേണ്ട, അങ്ങനെയൊന്നും അല്ലട്ടോ ഞാൻ പറയുന്നേ. ഞാൻ എക്സാമ്പിള് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓക്കെ. പിന്നെ ചില വ്യക്തികളാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് അവരുടെ പ്രശ്നങ്ങൾ, അതായത് അവരുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ മൊത്തം മറ്റുള്ളവരോട് പറയും. ഒരാളോട് മാത്രമല്ല കേട്ടോ, എല്ലാവരോടും പറഞ്ഞു നടക്കും ഇത്തരത്തിലുള്ള ആളുകൾ. എല്ലാവരോടും പറയുമ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും? സിമ്പതി തോന്നി ഇവരെ സഹായിക്കും. അപ്പൊ ഇതിലൂടെ അവരുടെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും. ഓക്കെ. അപ്പോ പിന്നെ അതുപോലെ തന്നെ കരുണ, ശ്രദ്ധ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേടാൻ ശ്രമിക്കുക.
അപ്പൊ പ്രശ്നപരിഹാരത്തിനേക്കാൾ കൂടുതൽ, അതായത് ഒരു പ്രോബ്ലം അവരുടെ ലൈഫിലുണ്ട്, അത് സോൾവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആശ്വാസം നേടുക എന്നുള്ളൊരു ടൂളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവരിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ആശ്വാസമായിട്ടാണ് ഈ ഒരു ഡിഫൻസ് മെക്കാനിസവുമായിട്ട് ഇത് കണക്ട് ചെയ്യുന്നത്. ഒരാള് എന്തെങ്കിലും പ്രശ്നമായിട്ട് വന്ന് നമ്മുടെ അടുത്ത് പൈസ ചോദിച്ചു. അപ്പൊ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്നത് എന്താ, അവിടെ എന്താ കിട്ടുന്നേ? ആശ്വാസം അല്ലേ? ഇപ്പൊ ഞാൻ പറയുകയാണ്, ജയശ്രീനോട് പറയുവാണ്, എനിക്ക് ഇന്നൊരു ബുദ്ധിമുട്ടുണ്ട് ജയശ്രീ, എനിക്കൊരു 10,000 രൂപ വേണം എന്ന് പറഞ്ഞാല് ജയശ്രീ എനിക്ക് തരുമോ? ജയശ്രീ ശ്രമിക്കും, മിസ്സിന് വേണ്ടി ശ്രമിക്കും. ജയശ്രീ എനിക്ക് തരും അല്ലെ? ജയശ്രീ തന്നു കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് എവിടെ തൽക്കാലത്തേക്ക് എനിക്ക് എന്ത് കിട്ടി? എവിടെ ആശ്വാസം കിട്ടി. ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റി ആശ്വസിക്കുക എന്നുള്ളതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ഇവിടെ മിസ് വരും, ചിലവർ ഇങ്ങനെ കാർഡായിട്ടൊക്കെ വരുവേ. അപ്പൊ ഇതേപോലെ, പക്ഷെ അവർക്ക് അത്രയൊന്നും പോരാ. ചിലപ്പോ സത്യസന്ധമായിട്ട് ഇവിടെ ഉണ്ടാവില്ല പൈസ, എന്നാലും ചിലപ്പോ വിശ്വസിക്കൂല. ചിലപ്പോ നോട്ടൊന്നും ഉണ്ടാവില്ല, ഹസ്ബൻഡിന്റെ അടുത്തായിരിക്കും, അമ്പലത്തിലായതുകൊണ്ടേ. അപ്പൊ അങ്ങനെ, അപ്പൊ അവര് പറയും ഇത്ര രൂപ തന്നെ ചേച്ചി സഹായിക്കും. അപ്പൊ അവര് പറയുന്ന റേറ്റ് എന്തായാലും നമുക്ക് നടക്കൂല. ഓപ്പറേഷനുള്ള പൈസ അവര് ചോദിക്കുന്നത്, എന്തെങ്കിലും ഒരു സഹായം. പിന്നെ ഇപ്പൊ പഴയ പോലെ അല്ല മിസ്, ചെറിയ പൈസ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലവര്, പണ്ടൊക്കെ 25 പൈസ 50 പൈസയൊക്കെ നമ്മളുണ്ടെങ്കിലേ പണ്ട്, അപ്പം ഇപ്പൊ 1 രൂപ 2 രൂപ ഒന്നും കൊടുത്താൽ അതിക്ക് പറ്റൂല, അത് ഇറങ്ങിട്ട് പോകും. ഇഷ്ടത്തോടെ നോക്കുമ്പോ 1 രൂപ 2 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാല്. അപ്പൊ ഞാനേ എനിക്കെന്ന് വെച്ചാൽ സഹതാപമാണ്. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറയും, മോനെ ഞാൻ അവര് 25 പൈസക്ക് അവർക്ക് എന്നോട് ശപിച്ചിട്ടായിരിക്കില്ല അവര് പോണേന്ന് ചോദിക്കുമ്പോ ഹസ്ബൻഡിനോട് ചോദിക്കും. ഹസ്ബൻഡ് പറയും, അവരുടെ ശാപം നമ്മൾ മാറ്റാൻ നിന്നാലേ നമ്മളും അതേപോലെ. 5 രൂപ കൊടുത്താലും മേടിക്കും. 5 രൂപ കൊടുത്താൽ നമുക്ക് ഇന്നാൾ ഇതുപോലെ കൊടുത്താൽ അത് തിരിച്ച് വലിച്ചെറിഞ്ഞു കൊണ്ടക്കോടി എന്ന് പറഞ്ഞിട്ട് പോയി. അതിലിടും മിസ്, എന്നോട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിപ്പോ എനിക്ക് മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പൊ എന്നോട് പറയും, മോൾക്ക് അറിഞ്ഞൂടെ അവരൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ അവര് നമ്മുടെ കയ്യിലുള്ളതിനേക്കാളും മൊബൈല് അവരുടെ കയ്യിലുണ്ടാവുള്ളൂ. ചിലവര് സത്യസന്ധമായിട്ട് വന്നതുകൊണ്ട് തന്നെ ഇട്ടുതരാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു മാം. കുമ്പിയാണ് മിസ്, കുമ്പിയാണ്. ഇവിടെ വന്ന് എന്നെ തല്ലലും അടിക്കലും ആ ക്ലാസ്സിൽ. അവൾക്കൊരു ഉടുപ്പ് ഇടണം, മതി ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കണം. ഇപ്പൊ ഇത്തിരി കുറുമ്പിലാണ്. വേറൊരു വീട്ടിൽ പാട്ട് പാടിക്കാം. ഓക്കെ, താങ്ക് യു. ഓ, താങ്ക് യു മിസ്. താങ്ക് യു മാം.